നമസ്കാരം. ആലു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നതെന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് ഒരുമാതിരി മുഴുത്തത് എടുക്കുക. എന്നിട്ട് അത് 4ആയിട്ട് കണ്ടിച്ച് വെള്ളത്തിലിടുക. കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ തീ കൊടുത്ത് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുത്ത് മെഷ് ചെയ്യുക. ഒരു 3 വിസിൽ, ഒരു വിസിൽ വലുതും 2 വിസിൽ ചെറുതും വന്നു കഴിയുമ്പോൾ കുക്കർ ഓഫാക്കാം. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് നല്ല വൃത്തിയാക്കി എടുത്ത് അതിനെ പൊടിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ആറുമ്പോൾ ഒന്ന് കുത്തി ഉടച്ച് ഒന്ന് പൊടിയായിട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കുത്തി ഉടയ്ക്കാം. ഇതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുത്തി ഉടയ്ക്കാം. നന്നായിട്ട് കുത്തി ഒടിച്ചെടുത്തതിലേക്ക് സ്വല്പം മല്ലിയില, പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, സ്വല്പം ഗരം മസാലപ്പൊടി, സ്വല്പം കാശ്മീരി മിർച്ച്, കാശ്മീരി മുളക് പൊടി അത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കുക. ഇത് 3 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. അധികം ലൂസാകരുത്, എന്നാൽ ടൈറ്റായി പോകുകയരുത്. അതുപോലെ കുഴച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് കുഴച്ചെടുത്ത് ചേർക്കേണ്ടതെല്ലാം ചേർത്ത് അത് റെഡിയായേ. ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഗോതമ്പ് പൊടിയും കുഴച്ചെടുത്തു. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ. ഇത്രയും അയവിൽ വേണം കുഴയ്ക്കാൻ. പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴയ്ക്കുന്നത്, ചൂടുവെള്ളമൊന്നും വേണ്ട. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെള്ളത്തിലോട്ട് ഇടേണ്ട, അത് വെളിയിൽ വെച്ച് പ്ലേറ്റിൽ കോരിയെടുത്ത് വെള്ളം കളഞ്ഞ് അതിൻ്റെ ആവി കളഞ്ഞ് തൊലി പൊളിച്ച് കുത്തി ഉടച്ച് എടുത്താൽ മതി. അല്ലാതെ വെള്ളത്തിലൊന്നും ഇടുകയൊന്നും വേണ്ട. വെള്ളത്തിലിട്ടാൽ അതിന് വെള്ളമയം കൂടുതലായിട്ടും ഉണ്ടാകും. ഇനി ഒരു ഉരുള മാവെടുത്ത് നന്നായിട്ട് എടുക്കുക. അത് സ്വല്പം പൊടിയിൽ മുക്കി ഒന്ന് കറക്കി ചുറ്റിയെടുത്ത് അതിനകത്തൊരു കാവിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് അതിലേക്ക് സ്വല്പം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർക്കുക. അതിനെ ഒതുക്കി അതിനകത്ത് വെച്ച് ഗോതമ്പ് പൊടിയിൽ വെച്ച് നന്നായിട്ട് പരത്തുക. പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം, ചക്കളയിൽ പിടിക്കാതിരിക്കാനായിട്ട്. ഇങ്ങനെ ഓരോന്നും ആവശ്യത്തിന് പരത്തി എടുക്കുക. ഒരു പാനോ ദോശക്കല്ലെന്ന് പറഞ്ഞാൽ തവയാണ് ഉദ്ദേശിക്കുന്നത്. കറുവായിട്ടുള്ള, അകത്തുനിന്ന് കറുവായിട്ടുള്ളത്. പരന്ന നമ്മുടെ ദോശക്കല്ലല്ല. അതുപോലത്തെ തവയോ അല്ലെങ്കിൽ ഒരു പാനോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ പരത്തിയ പൊറോട്ടയെ ഇട്ട് കൊടുക്കുക. തീ കൂട്ടി കൊടുക്കുക. നല്ലതായിട്ട് ആവി വന്നു കഴിഞ്ഞപ്പോൾ മീഡിയം ഫ്ലെയിമേലാക്കുക. ആവി കയറി വരട്ടെ. ഒരു വശം നന്നായിട്ട് വാടി കഴിയുമ്പോൾ അതിനെ മറിച്ചിടുക. ഇനി തീ ഇച്ചിരി കുറച്ച് വെക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ കൊണ്ടുവന്ന് വെക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു. ഇനി സിമ്മയിലോട്ട് തന്നെ ആക്കുക നല്ലതായിട്ട്. പിന്നെ ഉപയോഗിക്കുന്ന എണ്ണയോ എന്തെങ്കിലും ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഞാനിത് വെച്ചിരിക്കുന്ന നെയ്യാണ്. തിരിച്ച് മറിച്ച് വിട്ട് 2 വശത്തും നെയ്യ് പുരട്ടുക. ബട്ടറൊക്കെ ആകാം. ഇപ്പോൾ തീ സിമ്മിലാണ്.
അവിടെ കിടന്ന് കുറച്ചൊന്ന് നന്നായിട്ട് മൊരിയട്ടെ, സിമ്മിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് മൊരിയട്ടെ. ആദ്യത്തെ പൊറോട്ട കൊമളിച്ചിട്ടുണ്ട്. നന്നായിട്ട് കൊമളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ച് മറിച്ച് വിട്ട് ഇനിയിപ്പോൾ എടുക്കാം. ഒറ്റ കൊമളയായിട്ട് കിട്ടി. ഇതുപോലെ അടുത്തതും ചുട്ടെടുക്കുക. അടുത്തത് ഒരു കൊമളയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഉണ്ടാക്കട്ടെ. മൂന്നാമത്തേതും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. 3 മതി. ഇനി ബാക്കി മാവെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. മാവും ഉരുളക്കിഴങ്ങിൻ്റെ പൊടിച്ച് അതെല്ലാം കൂടി എടുത്ത് വെക്കുകയാണ്. ഇനി അടുത്ത സമയത്ത് അത് ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങിൽ മസാലകളും ബാക്കി കാര്യങ്ങളുമൊക്കെ ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ അനാർദാന, അതായത് മാതളനാരകത്തിൻ്റെ അരിയും ചേർക്കുന്നത് നല്ലതാണ്. ആലു പൊറോട്ടയ്ക്ക് എല്ലാവിധ അച്ചാറുകളും സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ്. എന്നാൽ ഏറ്റവും നല്ലത് മാങ്ങ അച്ചാറാണ്. ആലു പൊറോട്ട ഓർ ആംഗി അച്ചാർ എന്നാണല്ലോ പറയുന്നത്. ഇതിനകത്ത് സൈഡ് ഡിഷായിട്ട് ഞാൻ നാരങ്ങ അച്ചാറും തൈരുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പണി തീർന്നു. എല്ലാവർക്കും താങ്ക്സ് വാച്ച് ചെയ്തതിന്.